നമ്മുടെ സൺഡേ വ്ളോഗിൻ്റെ പാട്ടുമാണ് ഇത്. അങ്ങനെ ശരത്ത് പോയതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും കുക്കിംഗ് ഏറ്റെടുത്തു. ഇതാ നമ്മൾ വെച്ച് കപ്പയ്ക്ക് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ സൈഡിൽ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പയ്ക്ക് വേഗം യാതൊരു ഭാവവും ഇല്ലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ കുക്കർ അടച്ച് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കേട്ടോ. പിന്നെ പ്രസാദ് അങ്കിള് ചിക്കൻ കറി റെഡി ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ലച്ചും കൂടെ പോയി ബീൻസ് അരിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ അടുക്കളയുടെ അടുത്ത് തന്നെ ഒരു ചാങ്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി സ്വസ്ഥമായിട്ടിരുന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നാണ് ബീൻസ് അരിഞ്ഞത്. ഈ ചാങ്കർ എന്ന് പറയുന്നത് ആസാമിലെ ഒരു ടൈപ്പ് മുള കൊണ്ടുണ്ടാക്കുന്ന ഹട്ടാണ്. അപ്പോൾ ഞങ്ങൾ ബീൻസൊക്കെ അരിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും പ്രസാദ് അങ്കിൾ ഇതാ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു വന്നപ്പോൾ അത് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒരു ഐസ്ക്രീം ബ്രേക്ക് എടുത്തു. ഈ സമയം കൂടി നമ്മുടെ പോർക്കൊക്കെ വെന്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പോർക്കിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ വഴറ്റി കേട്ടോ. പ്രസാദ് അങ്കിളുടെ സ്പെഷ്യൽ പോർക്ക് റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടും തിള വന്നു കഴിഞ്ഞാൽ പോർക്ക് കറി റെഡി. ഇടയ്ക്കിടയ്ക്ക് പോയി ഞങ്ങൾ വയറ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് പോയ ശരത്ത് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഒരു മോര് കാച്ചിയതും ബീൻസ് തോരനോട് ഉണ്ടാക്കിയാൽ ഇന്നത്തെ കാര്യം കുശാല കേട്ടോ. ഇവിടെ ചിരവയില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ കുത്തിയാണ് എടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടൊരു മോര് കാച്ചിയതോടെ അങ്ങ് റെഡിയാക്കി നമ്മളുണ്ടാക്കിയ കപ്പയും ചിക്കനും പോർക്കും എല്ലാം കൂടി അങ്ങ് കഴിക്കാനായിട്ടും എടുത്തു. അധികം ആർഭാടങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്ലേറ്റിലായിരിക്കും കേട്ടോ കഴിക്കുന്നത്. നമ്മുടെ മെനുവിലെ ലാസ്റ്റ് ഐറ്റം ബീൻസ് തോരനും കൂടെ ശരത്ത് റെഡിയാക്കുകയാണ്. പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് കാർഡ്സ് കളിച്ച് നല്ല രസമാണ്. ഇങ്ങനെ സൺഡേ എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ പുറത്ത് കാർഡ്സൊക്കെ കളിച്ചിരിക്കാനായിട്ട്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആയു ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്ന് മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുകയാണ്. പിന്നെ കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് അത്താഴമൊക്കെ കഴിച്ച് ബാക്കി വന്ന സാധനങ്ങൾ പാക്ക് ചെയ്ത് അവനവൻ്റെ വീടുകളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ സൺഡേസ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്യാറ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ.